സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല, ഒരു സെൻസറിങ് ഇല്ല. അതുകൊണ്ട് ആർക്കും എന്തും പറയാം, ആർക്കും എന്തും കാണിക്കാം. അതുകൊണ്ട് ഇല്ലേ, നമ്മളിത് ഈ പർദ്ദയെ കുറ്റം പറയുന്ന അതേ ആൾക്കാർ മറ്റേ ഒട്ടും കാണാൻ കൊള്ളാത്ത സാധനങ്ങൾ കാണുന്നുമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതേ സമയം തന്നെ, എന്നിട്ട് അതിനെ വിമർശിക്കുകയും ചെയ്യും. പർദ്ദയുടെ കാര്യത്തിൽ നമ്മൾ വിമർശനം വരുമ്പോൾ തന്നെ സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറേ ആളുകൾ നിരന്തരം പറയുന്നു. ചേച്ചി പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണ് ഇത് പറയുന്നത്. സോഷ്യൽ മീഡിയ ഇസ് മീഡിയമാണ് ഇപ്പോൾ. ചേച്ചി ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിച്ചാലും അത് വാർത്തയാകുന്ന കാലമാണ്. അതെ അതെ, സത്യം. അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി, ഇപ്പം ഈ യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഒരു രാജ്യത്തെ തലവൻ മരിച്ചപ്പോൾ അയാൾ മരിച്ചപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞത് ആ രാജ്യത്ത് ആ പെൺകുട്ടി തലമറയ്ക്കാത്തതിനോ മുടി കണ്ടതിനോ ആ പെൺകുട്ടീനെ കൊന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ചാവണം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തി മരിക്കപ്പെടണം, അയാൾ ജീവിക്കാൻ യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ നിന്നുള്ള എഴുത്തുകൾ വരുന്നത്. ഞാൻ പറഞ്ഞ എവിടെയോ നടന്ന ഒരു കാര്യമാണ്. നമ്മളീ പറഞ്ഞ യുദ്ധത്തിന്റെ മറ്റുള്ള ഭീകരതകളൊന്നും പറയാതെ ഇത്രപ്പെട്ട ചെറിയ ചെറിയ സ്ത്രീകളും സ്ത്രീകളുടെ വസ്ത്രധാരണവും സ്ത്രീകൾ ഇങ്ങനെ നിൽക്കണം എന്നുള്ള ഇന്നും പറയുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വളരുന്ന അല്ലെങ്കിൽ വരുന്ന ഓരോ കുഞ്ഞെഴുത്ത് പോലും വാർത്തയാണ് ചേച്ചി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കാൻ പറ്റുക?